ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കും. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ. അപ്പോൾ ഇതാ യൂണിഫോം. മുമ്പ് പറഞ്ഞില്ല, വെള്ള വസ്ത്രം ധരിച്ച് നമ്മളെല്ലാം ഇങ്ങോട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാകുന്നില്ല. അത് ഇതിൻ്റെ എല്ലാം ഒരു നിഴലായിട്ട് കാണിക്കുക. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും അവനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുമ്പോൾ അതിൻ്റെ തെളിവ് എന്താണ്? അവനെ നമ്മൾ ധരിക്കാനില്ല. അവൻ്റെ നീതിവസ്ത്രം നമ്മളെ അണിയിക്കുക. ആദം നഗ്നനായതുകൊണ്ടല്ലേ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്തത്. ആ നഗ്നത മാറുന്ന ഈ സ്നാനത്തിലാണ്. ഇപ്പം നഗ്നത മാറിയാൽ മാത്രമേ ദൈവത്തിന് മുമ്പിൽ പോയി നിൽക്കാൻ ധൈര്യമുള്ളൂ. അപ്പം ഇന്നലെ വരെ യഹോവയെ ദൈവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പറഞ്ഞാൽ നഗ്നനാണെന്ന് അറിയുന്നു. ഇന്നലെ വരെ ബോധമില്ലായിരുന്നു. കാരണം അവൻ്റെ ആ നീതിബോധം നഷ്ടപ്പെട്ടു പോയി, നീതി നഷ്ടപ്പെട്ടു പോയി. ആ നീതി വസ്ത്രം നമ്മളെ ധരിപ്പിക്കുന്നത് ഈ സ്നാനത്തിലാണ്. അപ്പം ഈ വസ്ത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന് മുമ്പിൽ പോയി നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്നാനത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് 27, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സ്നാനമേറ്റവരായി സഭ, അവർ വിശുദ്ധന്മാരാ, വസ്ത്രമുള്ളവരാ. സ്നാനമേക്കാത്തവരല്ല, സ്നാനമേറ്റ വിശുദ്ധന്മാരുടെ ഉപദേശം പറയുന്നത്. അതിൽ യഹൂദനെന്നും യവനെന്നുമില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമൊന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ വന്നത്രേ. അതിനകത്ത് കാറ്റഗറികളൊന്നുമില്ല. കാറ്റഗറി ഉള്ളവരായിരുന്നു, പക്ഷെ ക്രിസ്തുവിൽ വന്നപ്പോൾ എല്ലാവർക്കും ഒരേ യൂണിഫോം, എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നീതി വസ്ത്രം. എന്നിട്ട് പറയാണ്, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളാണ്. വാഗ്ദത്ത പ്രകാരം ഇസഹാക്ക്, അവൻ നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നുള്ള വചനപ്രകാരം യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് സ്വർഗീയ പ്രവേശനം സൗജന്യമായിട്ട് സാധ്യമാണ്. ഇതാണ് ഈ സ്നാനത്താലാണ് വസ്ത്രം ധരിക്കുന്നത്. അതേവരെ അതുകൊണ്ട് പാപി എന്ന് പറഞ്ഞാൽ നഗ്നൻ എന്നാണ് അർത്ഥം. എനിക്ക് ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ യോഗ്യത ഇല്ല.